ചെമ്മീൻ തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീൻ തീയലിന് തേങ്ങ നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുക്കണം. അത് നന്നായിട്ട് ചുമന്ന് കരിഞ്ഞു പോകാതെ ചെറു തീയിലിട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഈ ചെമ്മീൻ വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു നാരുണ്ട്, അതിൻ്റെ മാംസത്തിനകത്തൊരു നാരുണ്ട്. ആ നാര് കൂടി വലിച്ച് പുറത്തേക്ക് എടുക്കണേ. അതല്ലാതുണ്ടെങ്കിൽ ഛർദിലോ വയറിളക്കമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ നാര് ഇതിനുള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വിനാഗിരിയോ മഞ്ഞൾപ്പൊടിയോ ഉപ്പോ എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് വൃത്തിയാക്കി 4-5 പ്രാവശ്യം കഴുകിയെടുക്കാം. തേങ്ങയിലേക്ക് 1/2 സ്പൂൺ മല്ലിയും, മുഴുവൻ മല്ലിയാണ്, 1-2 കൊച്ചുള്ളി അരിഞ്ഞതും ചേർത്ത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളകാണെങ്കിൽ ഈ അവസരത്തിൽ തേങ്ങ വറുക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. മുഴുവൻ കുരുമുളകും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ല പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തേങ്ങ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവേ. വറുത്തെടുത്ത തേങ്ങ ചൂടാറിയതിന് ശേഷം മിക്സിയിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണേ. എണ്ണ തെളിയുന്നത് വരെ അരച്ചെടുക്കണം. ഒരു പിടി കൊച്ചുള്ളിയും വെള്ളരിക്കയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വൃത്തിയാക്കിയെടുത്ത ചെമ്മീനും പച്ചമുളകും ചേർത്ത് വേവിക്കാൻ വെക്കാം. ഒന്ന് തിളച്ച് വരുന്നാൽ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പുളിവെള്ളവും ചേർത്ത് കൊടുക്കേ. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് 1 നുള്ളു ഉലുവാപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി താളിക്കണമെന്നുള്ളവർക്ക് താളിച്ചൂട് ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നല്ല കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതിയാകും. രുചികരമായ ചെമ്മീൻ തീയൽ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണേ.